വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട്ലേറ്റ് തയ്യാറാക്കാം. അതിനായിട്ട് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് ഉടച്ചു കൊടുക്കുക. ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ, ഉള്ളി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ചപ്പ് കറിവേപ്പ് അരിഞ്ഞത്, പാകത്തിന് ഉപ്പ് ഇത് ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടി ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, അത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്, കുറച്ച് മുളക് പൊടി. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ ഉടച്ച ഉരുളക്കിഴങ്ങിലേക്ക് ഇത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിച്ചെടുക്കാം. ഞാനിവിടെ ബ്രെഡാണ് പൊടിച്ച് വറുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഒന്ന് പരത്തിയെടുക്കാം. ഇനി ഒരു മുട്ട ഉടച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് മുളക് പൊടി കുറച്ച്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇത് ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഓരോ പരത്തി വെച്ച കട്ട്ലേറ്റ് എടുത്ത് ഈ മുട്ടയുടെ മിക്സിൽ മുക്കിയതിന് ശേഷം ബ്രെഡിൻ്റെ ഇതിലും മുക്കി ഇങ്ങനെ മാറ്റി വെക്കാം. ഇങ്ങനെ ഓരോന്നായിട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓരോന്നായിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ഇനി ഒന്ന് ആ ഭാഗം ഒന്ന് മൊരിഞ്ഞതിന് ശേഷം ഒന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് അതിൽ നിന്ന് കോരി മാറ്റിയെടുക്കാം. അപ്പം വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാം. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം.